Okay, guys, imagine that you are father of 3 boys and you have raised them in such a way that they have to be best in the things they are doing. No matter what they are doing, they have to be best in that. And now you are attending their graduation, and your eldest son is the best of them all, and he have proved his skill to the world for 7 times, and now he is not with you. He have gone to another place, to another mission in another team, and you have one younger son, and now he is the best in what he is doing. Now he is the top of what he is doing, and you have another son. He is the second one, all right, and he is a bit confused, and the world think you treat him as an inferior, all right. Now he have proven that he is also the best. So right now I am talking about Toto Wolff, the team principal of Mercedes Formula 1 team. Most of you know that Lewis Hamilton was the driver of Mercedes Formula 1 team, and George Russell and Kimi Antonelli is the present drivers of the team. So guys, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ബാഴ്സലോണ ഗ്രാൻഡ് പ്രിയുടെ ക്വാളിഫയേഴ്സിനെ കുറിച്ചാണ്. ക്വാളിഫയേഴ്സ് നിങ്ങളെല്ലാം കണ്ടു കാണും. അപ്പം 5 റേസിന് തുടർച്ചയായിട്ടുള്ള 5 റേസസിനൊടുവിൽ കിമി ആന്റണelli P3 ക്വാളിഫൈ ചെയ്തത്. കഴിഞ്ഞ 5 റേസസിലും പോൾ പൊസിഷനിലായിരുന്നു കിമി ആന്റണelli ഉണ്ടായിരുന്നത്. അപ്പം സർപ്രൈസിംഗ്ലി ലൂയിസ് ഹാമിൽട്ടണും ബാഴ്സലോണ ഗ്രാൻഡ് പ്രിയിൽ P2 ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. P1 ജോർജ് റസലാണ്, മെഴ്സിഡസിന്റെ ജോർജ് റസൽ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് റേസുകളായിട്ട് ജോർജ് റസൽ വാസ് സ്ട്രഗ്ലിംഗ്, ബട്ട് ഇറ്റ് ഈസ് ഗുഡ് ടു സീ ഹിം ബാക്ക് ഇൻ ദ പോഡിയം. ഇപ്പോൾ ക്വാളിഫയിങ് കഴിഞ്ഞപ്പോഴത്തേന് ടോട്ടോ വോൾഫിൻ്റെ ആ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ദേ ആർ ഓൾ അവർ ഡ്രൈവേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോഡിയത്തിലുള്ളത് ജോർജ് റസൽ, ലൂയിസ് ഹാമിൽട്ടൺ, കിമി ആന്റണelli. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ ബാഴ്സലോണ GP ക്വാളിഫയേഴ്സ്. ഓക്കെ, ബാഴ്സലോണ GPയിലെ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെഡ് ബുള്ളാണ്. കാരണം റെഡ് ബുള്ളിനെ FIA ADO ബെഞ്ച് സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിനകത്തൊരു ക്ലോസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അടുത്തൊരു 6 റേസസിൽ റെഡ് ബുള്ളിൻ്റെ പെർഫോമൻസ് ശോകമാണെന്നുണ്ടെങ്കിൽ റെഡ് ബുൾ ഓൾസോ ക്യാൻ അപ്ഗ്രേഡ് എന്നാണ്. അപ്പോൾ ADOയുടെ റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ടീമിനെ ബെഞ്ച് മാർക്കായിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ടീമിന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റത്തില്ല, അപ്ഗ്രേഡ്സ് കൊണ്ടുവരാൻ പറ്റത്തില്ല. ആ ടീമിനേക്കാളും 2%, 4% പെർഫോമൻസ് കുറവുള്ള എൻജിൻസ് ഉള്ള കാർസിനാണ് അപ്ഗ്രേഡ്സ് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്. സോ അടുത്ത 6 റേസസിലേക്ക് റെഡ് ബുൾ ശോകമാണെന്നുണ്ടെങ്കിൽ ദേ ഓൾസോ ക്യാൻ അപ്ഗ്രേഡ്. എല്ലാവരും നോക്കിക്കാണുന്നത് റെഡ് ബുള്ളിൻ്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കുമെന്നാണ്. സോ ബാഴ്സലോണ ഗ്രാൻഡ് പ്രിയിലെ ക്വാളിഫയേഴ്സ് Q1 കഴിഞ്ഞപ്പോഴത്തേന് എസ്റ്റബൻ ഓക്കൺ, അലക്സ് ആൽബോൺ, സെർജിയോ പേരസ്, വാൾട്ടറി ബോട്ടാസ്, പിന്നെ ആസ്റ്റൺ മാർട്ടിൻ്റെ 2 ഡ്രൈവേഴ്സും ലാൻസ് സ്ട്രോളും ഫെർണാണ്ടോ അലോൺസോയും ഡിസ്ക്വാളിഫൈ ആയി. Q1 തന്നെ ഡിസ്ക്വാളിഫൈ ആയി. പിന്നെ Q1 ടോപ്പിലുണ്ടായിരുന്നത് ലൂയിസ് ഹാമിൽട്ടൺ ആണ്, സെക്കൻഡ് ഉണ്ടായിരുന്നത് ജോർജ് റസൽ, തേർഡ് ചാൾസ് ലെക്ലർക്ക്, ഫോർത്ത് ആന്റണelli. അപ്പോൾ Q1 ലൂയിസ് ഹാമിൽട്ടൻ്റെ പെർഫോമൻസ് കണ്ടപ്പോൾ ഞാനും നിങ്ങളും അടങ്ങുന്ന ഫോർമുല 1 ഫാൻസ് അല്ലെങ്കിൽ ഫെറാറി ഫാൻസ് വിചാരിച്ചു കാണും, ഫെറാറി ഈസ് ബെറ്റർ ടുഡേ ഓർ ഫെറാറി ഈസ് ബെറ്റർ ഇൻ ബാഴ്സലോണ എന്ന് നമ്മൾ വിചാരിച്ചു കാണും. ഫെറാറി കുറേ അപ്ഗ്രേഡ്സ് ബാഴ്സലോണയിലായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 8 അപ്ഗ്രേഡ്സ് ആണ് ബാഴ്സലോണയിലേക്ക് കൊണ്ടുവന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇറ്റ് ഈസ് പ്യൂർലി ബിക്കോസ് ഓഫ് ദ ഫെറാറീസ് അപ്ഗ്രേഡ്സ്. പക്ഷേ ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ലൂയിസ് ഹാമിൽട്ടൺ ഓടിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലൂയിസ് ഹാമിൽട്ടൺ റേസ് ചെയ്യുന്നത് കംപ്ലീറ്റ്ലി ഓൺ ഹിസ് ഇൻസ്റ്റിങ്സ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 7 തവണ വേൾഡ് ചാമ്പ്യനായ ഒരു ഡ്രൈവറിൻ്റെ ഇൻസ്റ്റിങ്സ് വെച്ചിട്ട്, അയാളുടെ സ്കില്ല് വെച്ചിട്ട്, അയാളുടെ ആ ഒരു റേസിനെ ഓരോ സിറ്റുവേഷൻ അനലൈസ് ചെയ്യാനുള്ള കഴിവ് വെച്ചിട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് ലൂയിസ് ഹാമിൽട്ടൺ Q1 അത്രയും നന്നായിട്ട് പെർഫോം ചെയ്തത്. അതൊന്ന് മനസ്സിലാക്കണം. അങ്ങനെ ബാഴ്സലോണ ക്വാളിഫയേഴ്സിൽ Q2 സെഷനും കഴിഞ്ഞു. Q2 സെഷനിൽ ടോപ്പിലുണ്ടായിരുന്നത് മെഴ്സിഡസിൻ്റെ ജോർജ് റസലാണ്. ജോർജ് റസലിൻ്റെ ടൈം എന്ന് പറയുന്നത് 1 മിനിറ്റും 15 സെക്കൻഡുമാണ് ലാപ്പ് ടൈം എന്ന് പറയുന്നത്. അങ്ങനെ Q2 സെക്ഷൻ ക്വാളിഫയേഴ്സ് 2 കഴിഞ്ഞപ്പോഴത്തേന് അർവിദ് ലിംബ്ലാഡ്, ഗബ്രിയേൽ ബോർട്ടലിറ്റോ, ഫ്രാങ്കോ കോളപ്പിൻഡോ, പിയർ ഗ്യാസ്ലി, ഒലിവർ ബെർമാനും കാർലോ സൈൻസും ഡിസ്ക്വാളിഫൈ ആയി. Q2 റസലിൻ്റെ പെർഫോമൻസ് നല്ലതായിരുന്നു, നല്ല പേസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേസ് വീണ്ടെടുത്തു മെഴ്സിഡസ്. P2 ഉണ്ടായിരുന്നത് ലെക്ലർക്ക്, P3 ആന്റണelli, പിന്നെ P4 മക്ലാരൻ്റെ ലാൻഡോ നോറിസ് ഉണ്ടായിരുന്നു. ഹാമിൽട്ടൺ P5 Q2. അപ്പോൾ ഇത്ര നാളെ നമ്മൾ നോക്കിയിരിക്കുന്നത് റെഡ് ബുള്ളിൻ്റെ പെർഫോമൻസ് ആണ്. റെഡ് ബുള്ള് Q2 P6 വെർസ്റ്റാപ്പൻ ഉണ്ടായിരുന്നു, പിന്നെ P9 ഐസക് ഹഡ്ജർ ഉണ്ടായിരുന്നു. അങ്ങനെ Q2 കഴിഞ്ഞ് Q3 തുടങ്ങിയപ്പോഴത്തേന് അബ്സല്യൂട്ട് ഡിപ്രഷൻ. ചാൾസ് ലെക്ലർക്കിൻ്റെ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ അബ്സല്യൂട്ട് ഡിപ്രഷൻ. Q3 സ്റ്റാർട്ട് ചെയ്തപ്പം ഫസ്റ്റ് ഉണ്ടായിരുന്നത് ലാൻഡോ നോറിസ് ആണ്. അപ്പം ലാൻഡോ നോറിസ് നല്ലൊരു ലാപ്പ് ടൈം ഇട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ റെഡ് ഫ്ലാഗ് ആയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാൾസ് ലെക്ലർക്ക് റൺ ചെയ്ത് വരുമ്പോഴത്തേന് അത്യാവശ്യം നല്ല പേസിലായിരുന്നു. വീണ്ടും സ്ലിപ്പായി പോയി, ട്രാക്കിൽ നിന്ന് സ്ലിപ്പായി മണലിലേക്ക് സ്ലിപ്പായി പോയിട്ട് നേരെ ബാരിക്കേഡിലോട്ട് തന്നെ ഇടിച്ചു കയറുകയായിരുന്നു. അപ്പം വീണ്ടും ഫെറാറി ചാൾസിനെ ചതിച്ചു. അപ്പം ചാൾസ് ഇറങ്ങിപ്പോയത് അത്യാവശ്യം കരഞ്ഞുകൊണ്ടാണ്, കരഞ്ഞില്ല, ഒരു സാഡായിട്ടാണ് ഇറങ്ങിപ്പോയത്.
കഴിഞ്ഞ വട്ടം ഇതേപോലെ ക്രാഷായിട്ട് പുറത്തായപ്പോഴത്തേനും നല്ല എന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെട്ടാണ് ഇറങ്ങിപ്പോയത്. അപ്പം വീണ്ടും വീണ്ടും ചാൾസിൻ്റെ ഫാൻസ് പറയുന്നത് ശരിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇൻസ്റ്റാഗ്രാം സോഷ്യൽസിൽ ചാൾസ് ലെക്ലർക്ക് ഫെറാറിയുമായിട്ടുള്ള കരാർ പുതുക്കുന്ന ഒരു പോസ്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ബോക്സിൽ ചെന്ന് നോക്കിക്കഴിഞ്ഞാൽ ചാൾസിൻ്റെ ഫാൻസ് പുള്ളിയോട് പറയുകയാണ്, ഡോണ്ട് ഡു ഇറ്റ്, ഗോ സംവെയർ എൽസ്, ഗെറ്റ് ഔട്ട് ഓഫ് ദെയർ ഓൾറെഡി. അങ്ങനെയൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഹീ ഡിസേർവ് സംതിങ് ബെറ്റർ എന്നൊക്കെയാണ് കമൻറ്റ് ചെയ്യുന്നത്. അപ്പം വീണ്ടും വീണ്ടും ഫെറാറി തെളിയിച്ചിരിക്കുകയാണ് അബ്സല്യൂട്ട് ഡിപ്രഷൻ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാസ്റ്റ് ഇയറിൽ ആൻ്റനെല്ലിയുടെ ഇതേ സർക്യൂട്ടിൽ നടന്ന കഴിഞ്ഞ വർഷത്തെ റേസിൽ എന്ന് പറഞ്ഞാൽ ക്വാളിഫയിങ് ആണെങ്കിൽ ഫ്രീ പ്രാക്ടീസ് ആയിക്കോട്ടെ, ഇവിടെ ആൻ്റനെല്ലിയുടെ പെർഫോമൻസ് പ്രത്യേകിച്ച് സെക്ടർ 2 ഭയങ്കര ശോകമായിരുന്നു. സെക്ടർ 2 ആൻ്റനെല്ലിക്ക് മിക്കവാറും അവിടെ ടൈം ലോസ് ആകുന്നത്. പക്ഷേ ഈ വർഷം ഈ ഇംപ്രൂവ്ഡ് എ ലോട്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ റേസസിലെ പോലെയും കഴിഞ്ഞ മൊണാക്കോയിൽ പുള്ളി തെളിയിച്ചു കഴിഞ്ഞു ഹീ ഈസ് എലിജിബിൾ ടു ബി ദ ചാമ്പ്യൻ എന്ന് പറഞ്ഞു. അപ്പം ഈ റേസിലും ഹി ഹാസ് പ്രൂവൺ ദാറ്റ് ഹി ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. അതാണ് ടോട്ടോ വോൾഫ് ഈസ് സിറ്റിംഗ് ആസ് എ പ്രൗഡ് ഫാദർ. ഹി ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട്. അതുമാത്രമല്ല ലൂയിസ് ഹാമിൽട്ടൻ്റെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ് ബാഴ്സലോണ. ലൂയിസ് ഹാമിൽട്ടനാണ് ഏറ്റവും കൂടുതൽ പോൾ പൊസിഷൻ ഉള്ളത്. ലൂയിസ് ഹാമിൽട്ടനും ഷുമാക്കറിനുമാണ്. ലെറ്റ്സ് സീ. അങ്ങനെ Q3 തീരാൻ 1 മിനിറ്റ് മാത്രം ബാക്കിയുള്ളപ്പം മെഴ്സിഡസിൻ്റെ ടീംമേറ്റ്സ് തമ്മിൽ നല്ലൊരു ഒരു മാച്ചപ്പ് ഉണ്ടായിരുന്നു, ആൻ്റനെല്ലിയും റസ്സലും തമ്മിൽ. പിന്നെ ആക്ച്വലി Q3 തീരാൻ ഒരു 26 സെക്കൻഡ്സ് ബാക്കിയുള്ളപ്പം ആൻ്റനെല്ലി പ്രൊഫഷണൽ പോളിൽ വന്നായിരുന്നു. അങ്ങനെ ആൻ്റനെല്ലി വിചാരിച്ചു പ്രൊഫഷണൽ പോൾ ആൻ്റനെല്ലിക്ക് തന്നെ കിട്ടുമെന്ന്. അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഒരു 600 ഓഫ് എ സെക്കൻഡ്സിന് ജോർജ് റസ്സൽ ആ ഒരു പ്രൊഫഷണൽ ബോൾ തിരിച്ചു പിടിച്ചു. പക്ഷേ ഇതിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്തോന്നറിയാവോ, ഈ ക്വാളിഫയേഴ്സ് തീരാൻ വേണ്ടി ഇരിക്കുമ്പം ലൂയിസ് ഹാമിൽട്ടൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് 7th പൊസിഷനാണ്. അവിടെ നിൽക്കുവാണ്. അങ്ങനെ Q3 കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ Q3യുടെ ടൈമർ സ്റ്റോപ്പായി. ബാക്കിയുള്ള ഡ്രൈവേഴ്സ് എല്ലാം അവരുടെ ലാപ്പ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചു വരണം. ആ സമയത്താണ് ലൂയിസ് ഹാമിൽട്ടൻ ഒരു മാജിക് കാണിച്ച്. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് മനസ്സിലാവുന്നില്ല. എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പേസിൽ വെസ്റ്റാപ്പൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഹഡ്ജാറും ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ് സെക്ടർ 2 ലൂയിസ് ഹാമിൽട്ടൻ്റെ ഒരു അൺബിലീവബിൾ പെർഫോമൻസ്. ആ ഒരൊറ്റ പെർഫോമൻസ് കൊണ്ട് 0.6 ഓഫ് എ സെക്കൻഡ്സിന് ലൂയിസ് ഹാമിൽട്ടൺ P2 എന്ന് പറഞ്ഞാൽ റസ്സൽ, ഹാമിൽട്ടൺ, ആൻ്റനെല്ലി അങ്ങനെയുള്ള ഒരു പൊസിഷനിലേക്ക് ഹാമിൽട്ടൺ കിഡിലിൻ്റെ ഒരു പേസുമായിട്ട് കയറി വന്നു. ദാറ്റ് വാസ് അൺബിലീവബിൾ. എന്ന് പറഞ്ഞാൽ ഫെറാറി വന്നു കഴിഞ്ഞിട്ട് ഇത്രയും അടിപൊളിയായിട്ട് ഒരു ക്വാളിഫയർ സെക്ഷൻ ഹാമിൽട്ടൺ ചെയ്തത് ആദ്യമായിട്ട്. ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. ഹാമിൽട്ടൺ ഈസ് ഗെറ്റിംഗ് ബെറ്റർ. അപ്പോൾ കഴിഞ്ഞ വർഷം എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാമിൽട്ടൺ ഫെറാറിയിൽ വന്നതേ ഉള്ളൂ. അപ്പം ഒരു ടീമിലേക്ക് ഒരു ഡ്രൈവർ വരുമ്പോഴത്തേന് അയാളുടെ കംപ്ലീറ്റ് സെറ്റപ്പ് ഇങ്ങോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. മെഴ്സിഡസിൽ ഹാമിൽട്ടൺ ഫോളോ ചെയ്ത് വന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. അത് കഴിഞ്ഞാൽ മെഴ്സിഡസ് ഹാമിൽട്ടണ് വേണ്ടി സെറ്റ് ചെയ്ത് കൊടുത്ത ഒരു സിമുലേഷനിലാണെങ്കിലും അല്ലെങ്കിൽ കാറിനകത്തുള്ള സെറ്റപ്പാണ്, സ്റ്റിയറിംഗ് സെറ്റപ്പ് ആണെങ്കിലും ക്ലച്ച്, ബ്രേക്ക്, ഇതെല്ലാം ഒരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് ഷിഫ്റ്റായിട്ടാണ് ഫെറാറിയിലേക്ക് വന്നത്. അപ്പോൾ ഫെറാറി വന്നപ്പം ആദ്യത്തെ വർഷം പുള്ളിക്കൊരു പമ്മലുണ്ടായിരുന്നു. അതെല്ലാം പഠിച്ചു വരണം. അതെല്ലാം പുള്ളിയുടെ ഹാമിൽട്ടണുള്ള ഒരു ഇൻസ്റ്റിങ്സ് ഉണ്ട്. 7 വർഷം ഇത്ര വർഷം ഫോർമുല 1 ഓടിച്ചതിൻ്റെ ഒരു ഇൻസ്റ്റിങ്സ്, ഓരോ സർക്യൂട്ടിൽ പുള്ളിക്കുള്ള ഒരു ഇൻസ്റ്റിങ്സ് ഉണ്ട്. ആ ഇൻസ്റ്റിങ്സ് എല്ലാം ഫെറാറിയുമായിട്ട് അല്ലെങ്കിൽ അവരുടെ എഞ്ചിനീയേഴ്സുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു സെറ്റപ്പ് ഡെവലപ്പ് ചെയ്തെടുക്കണമായിരുന്നു. അതിനുള്ള ടൈമായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഈ വർഷം ഹാമിൽട്ടൺ ഈസ് ഇംപ്രൂവിങ് എ ലോട്ട്. ബാഴ്സലോണ എത്തിയപ്പോഴത്തേന് പുള്ളിക്ക് ഓൾറെഡി ബാഴ്സലോണ സർക്യൂട്ട് ഒരു ഫേവറേറ്റ് സർക്യൂട്ടാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഡെവലപ്മെൻറ്റ് ഇവിടെ കൊണ്ടുവന്നു. ആ ഒരു സെക്ടർ 2 പെർഫോമൻസ് എന്ന് പറയുന്ന വെർസ്റ്റാപ്പൻ അങ്ങോട്ട് സെക്ടർ 2 ലീവ് ചെയ്തു, ഹഡ്ജർ ക്രോസ് ചെയ്തു. അത് കഴിഞ്ഞ ഉടനെ ആ ഒരു അൺബിലീവബിൾ ആയിട്ടുള്ള പേസുമായിട്ടാണ് കയറി വന്നത്. സോ ഹീസ് ഗെറ്റിംഗ് ബെറ്റർ. അത് മാത്രമല്ല ടീംസിന് ബാഴ്സലോണ ഗ്രാൻഡ് പ്രിയിൽ ഒരു മുൻകൈയും കൂടെ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ബാഴ്സലോണയിൽ ഓൾറെഡി ഈ 2026 റെഗുലേഷൻ അനുസരിച്ചിട്ടുള്ള കാറുകൾ ഓടിച്ചിട്ടുണ്ട്. ഇത് ഷേക്ക് ഡൗണിൽ ബാഴ്സലോണ ഷേക്ക് ഡൗൺ എന്ന് പറഞ്ഞ് ഫെബ്രുവരിയിൽ ആ സമയത്തങ്ങോട്ട് നടന്നതാണ്. അപ്പോൾ ഓൾറെഡി ഇവിടെ ഒരു ഡേറ്റയുണ്ട്. അപ്പോൾ ടീംസിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ നോട്ട് ബ്ലൈൻഡ് ഇൻ ദിസ് സർക്യൂട്ട്. ദേ ഓൾറെഡി ഹാവ് ദ ഫിസിക്കൽ റിസൾട്ട് ഓഫ് ദിസ് സർക്യൂട്ട്. അപ്പം അങ്ങനെയാണ് Q3യുടെ ഒരു സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം റേസസിൽ ഫാൻസിനുണ്ടായിരുന്ന ഒരു ഡൗട്ടാണ്, അവരെപ്പോഴും ചോദിച്ചൊരു സംഭവമാണ്, മെഴ്സിഡസ് ജോർജ് റസ്സലിനെ വേറെ രീതിയിലാണോ ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ അതിനുള്ളൊരു ഉത്തരവാണ് നമ്മൾ ക്വാളിഫയിങ്ങിൽ കണ്ടത്. അതുമാത്രമല്ല മറ്റ് റേസസിലൊക്കെ ജോർജിൻ്റെ അൺലക്കി മൊമെൻറ്റ്സ് ആണ്. അതുമാത്രമല്ല ടോട്ടോ വോൾഫ് ഭയങ്കര ഹാപ്പിയാണ്. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ 3 ഡ്രൈവേഴ്സ് ദേ ആർ ഇൻ ദ പോൾ പൊസിഷൻസ്. അതുമാത്രമല്ല 5 റേസസ് കഴിഞ്ഞിട്ട് കിമി ആൻ്റനെല്ലി ക്വാളിഫയേഴ്സിൽ പോൾ പൊസിഷനിൽ വരാത്ത ഒരു റേസാണ് ബാഴ്സലോണ. അപ്പം കഴിഞ്ഞ 5 റേസിലും പോൾ പൊസിഷനിലുണ്ടായിരുന്നു. പോൾ പൊസിഷനിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു, ആ റേസ് വിൻ ചെയ്യുകയും ചെയ്തു. അപ്പം പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഹാമിൽട്ടൻ്റെ ഒരു സ്ട്രോങ് സർക്യൂട്ടാണ് ബാഴ്സലോണ. അപ്പം നാളെ ആ ഒരു റേസ് സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് ടേൺ കഴിയുമ്പോൾ അറിയാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഹാമിൽട്ടൺ ജോർജിനെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്ക് ഒരു മോട്ടിവേഷനായി. ഫസ്റ്റ് പൊസിഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി കാര്യം ലൂയിസ് നോക്കിക്കോളും. ഹാമർ ടൈമാണ് പിന്നെ സെറ്റാ. പിന്നെ ചാൾസിൻ്റെ കാര്യം ഭയങ്കര ശോകമാണ്. ഏതർ ഫെറാറി പുള്ളിയെ ഡിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ചാൾസ്
ടീം വിട്ട് പോകണം. അതുമാത്രമല്ല ചാൾസ് ഇപ്പം ഫെറാറി വിട്ടാലും വേറെ എവിടെ പോകും. റെഡ് ബുള്ളിനാണെങ്കിൽ ഓൾറെഡി മാക്സ് ഉണ്ട്, ഹഡ്ജർ ഉണ്ട്. മാക്സ് ടീം വിടുമോ എന്നുള്ള കാര്യമൊന്നും അത് ഡൗട്ടാണ്. ആദ്യമൊക്കെ പറഞ്ഞായിരുന്നു ടീം വിടുമെന്നൊക്കെ. ഇനിയിപ്പം എന്താകുമെന്ന് അറിയത്തില്ല. അതിപ്പം മക്ലാറനിൽ പോകണമെന്ന് വെച്ചാലും മക്ലാറനിൽ ലാൻഡോയും ഓസ്കാറിനെ വിട്ടിട്ട് ഒരു കളിയില്ല മക്ലാറൻ. അതൊരു പ്രശ്നമാണ്. പിന്നെ വേറെ ഏത് ടീമിൽ പോകും ചാൾസ്? അതുമാത്രമല്ല ചാൾസ് ഇപ്പം നല്ല പ്രൈം ടൈമിലാണ് നിൽക്കുന്നത്. ഏജ് വൈസ് ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും പ്രൈം ടൈമിലാണ്. അപ്പം ചാൾസ് അവിടെ വിട്ടാൽ വേറെ ഏത് ടീമിൽ പോകും? പിന്നെ അതല്ല മിഡ്ഫീൽഡ് ടീംസിലൊക്കെ പോയാലും അത് ഭയങ്കര പ്രശ്നമാണ്. പുള്ളിയുടെ കരിയറിനെ അത് ബാധിക്കും. അതുമാത്രമല്ല ചാൾസ് ഇത്രയും വർഷം ഫെറാറി നിന്ന് ഫെറാറി ചാൾസുമായിട്ട് എഞ്ചിനീയേഴ്സുമായിട്ടുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. മീൻസ് സിമുലേഷനിൽ അങ്ങനെ കാറിൻ്റെ സ്റ്റിയറിങ്, ആക്സിലറേഷന്, പവർ യൂണിറ്റ് സെറ്റപ്പ് ആണെങ്കിലും ചാൾസിൻ്റെ രീതിയിലേക്കാണ് അവർ കൊണ്ടുവരുന്നത്. അപ്പം പെട്ടെന്ന് ചാൾസ് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ വീണ്ടും ഒരു 1-2 വർഷം വേറൊരു ടീം കഴിഞ്ഞാൽ പുള്ളി സ്ട്രഗിൾ ചെയ്യും. അതൊരു പ്രശ്നമാണ്. അതുകൊണ്ടാണ് ഇപ്പം മിക്ക ഡ്രൈവേഴ്സിനും ടീം വിടാത്തതിൻ്റെ കാര്യം. സോ ലെറ്റ് സി. അപ്പോൾ റേസ് ഇന്ന് പോയിട്ട് 6:30-ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം റേസ് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ റേസിനെ കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ നോർമലായിട്ട് നോക്കുകയാണെങ്കിൽ കിമി ആൻ്റണലി ഇപ്പോൾ ഒരു P3 ക്വാളിഫയേഴ്സിൽ P3 പോയത് നല്ലൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ ചെറുക്കനാണ് അങ്ങ് നിഗളിച്ചു പോയാലും ഇത് ജസ്റ്റ് കിഡിങ്. അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റ് ചെയ്യൂ. ദാറ്റ്സ് ഇറ്റ്. ബൈ.